ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണുവാനായിട്ട് കാരുണ്യവാനായ ദൈവം എന്നെ അനുവദിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ പരിചിന്തനത്തിലേക്ക് അവിടുത്തെ നാമത്തിൽ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വലിയ സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ആ ആഘോഷമല്ല തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്കെല്ലാം ആനന്ദം പകരുന്നവയാണ്. ആ ആഘോഷങ്ങളുടെ ഭാഗമാണ് നമ്മൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നു, വീടുകളിൽ പുൽക്കൂടുണ്ടാക്കുന്നു, നക്ഷത്രം തൂക്കുന്നു, കാർഡുകൾ അയക്കുന്നു, വീട്ടിൽ ക്രിസ്മസ് ഭക്ഷണങ്ങൾ ഒരുപക്ഷെ കേക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പോരാത്തതിന് കുട്ടികൾക്ക് ഇത് അവധിക്കാലവുമായിരിക്കും. എല്ലാവരും കൂടി മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ഒരുപക്ഷെ ബന്ധുവീടുകളിലോ എവിടെയെങ്കിലും പിക്നിക്കിനൊക്കെ പോകുന്ന അവസരമാണിത്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ഈ പ്രകൃതി തന്നെ ഈ ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആ ഒരു പശ്ചാത്തലം ഒരുക്കി തരുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് നമ്മുടെ മാനസികമായ അവസ്ഥ തന്നെ മാറുകയാണ്. നമുക്കറിയാം, മഴക്കാലമെല്ലാം മാറി മാനമെല്ലാം തെളിഞ്ഞ് ഇളം വെയിൽ വരുമ്പോഴാണല്ലോ ഓണക്കാലമൊക്കെ വരുന്നത്, കൊയ്ത്തുകാലം വരുന്നത്. അവിടെ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം ആ പ്രകൃതി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ക്രിസ്മസ് നമ്മളെ സ്വാധീനിക്കുന്നു, നമുക്ക് ആനന്ദം തരുന്നു. പക്ഷേ നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം ഇപ്രകാരം ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളല്ല. അതിലുപരിയായിട്ട് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകൻ യേശുവിൽ വന്നു പിറന്നു എന്നുള്ളതാണ്. പരിശുദ്ധ മറിയത്തിൽ നിന്ന് പിറന്ന യേശു എന്ന് പറയുന്ന ആ വ്യക്തിയിൽ ഈ രക്ഷകനെ ദൈവം നമുക്ക് തന്നു. ആ രക്ഷകൻ നമുക്കൊരു പാത കാണിച്ചു തന്നു, ഒരു വഴി കാണിച്ചു തന്നു. തിന്മ നിറഞ്ഞ മനുഷ്യന് നന്മ തന്നെയായ ദൈവത്തെങ്കിലേക്കുള്ള പാത. തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക്, തിന്മ ചിന്തിക്കുകയും തിന്മ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് പോകാൻ കഴിയില്ല. കാരണം മറ്റൊന്നുമല്ല, അവിടുന്ന് അനന്ത നന്മയാണ്, അനന്ത വിശുദ്ധിയാണ്. ആ വിശുദ്ധിയുടെ സാമീപ്യം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളിലുണ്ടാകണം. അപ്പോൾ ഈ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെങ്കിലേക്ക് വഴി കാണിച്ചു തരിക മാത്രമല്ല, കൈപിടിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നവൻ്റെ ജന്മദിനം കൂടിയാണ്. നമ്മളെ അപ്രകാരം ഈ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷത്തിന് കാരണം. കാരണം നമ്മുടെ വിശ്വാസമനുസരിച്ച് നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയി. ആദത്തിൻ്റെയും ഹവ്വായുടെയും പാപം, നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ആര് നിശ്ചയിക്കണം? അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ദൈവത്തിൻ്റെ അധികാരം, അവകാശം കവർന്നെടുക്കുകയാണ് ആദവും ഹവ്വായും ചെയ്തത്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിൽ നകന്നു പോയത്. ദൈവത്തിൻ്റെ ഒരവകാശം, ഒരധികാരം മോഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. പിടിച്ചെടുത്തു ആദവും ഹവ്വായും. ആദവും ഹവ്വായും മനുഷ്യൻ്റെ പ്രതിനിധികളാണ്, മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധികളാണ് അവർ. അങ്ങനെ ഈ മനുഷ്യകുലം ദൈവത്തിൻ്റെ അവകാശം, അധികാരം തട്ടിയെടുത്തത് കൊണ്ടാണ് ദൈവത്തിൽ നകന്നു പോകേണ്ടി വന്നത്. നമുക്കറിയാം, നമ്മൾ ആരുടെയെങ്കിലും ഒരു വസ്തു മോഷ്ടിച്ചെടുത്താൽ, പിടിച്ചു പറിച്ചെടുത്താൽ ആ വ്യക്തിയോട് പിന്നെ നമുക്ക് അടുക്കാൻ ഭയം തോന്നും, അല്ലെങ്കിൽ സംശയം തോന്നും. അതുമല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ഒരു വെറുപ്പുണ്ടാകും. പിന്നീട് അടുക്കാനായിട്ട്, സൗഹൃദം സ്ഥാപിക്കാനായിട്ട് കഴിയില്ല. ദൈവവുമായിട്ട് ഏറ്റവും അധികം അടുത്ത് കഴിഞ്ഞിരുന്നവരാണ് ആദവും ഹവ്വായും. പർദീസായിൽ വൈകുന്നേരം നടക്കാനിറങ്ങുന്ന ദൈവം ആദത്തിൻ്റെയും ഹവ്വായുടെയും കൂടെയാണ് നടക്കുന്നത്.
അവരുലാത്തുകയാണ് പറുദീസായിലൂടെ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ അങ്ങനെ ജീവിക്കാനായിട്ട് അവന് അവസരമുണ്ടായത് എന്തുകൊണ്ടാണ്? അവന് വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, പാപമില്ലായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ആദത്തിന് ഹവ്വായിക്കും നടക്കാനായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷേ ആ അധികാരം, തിന്മ നന്മ, അത് തീരുമാനിക്കാനുള്ള അവകാശം ദൈവത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തപ്പോൾ, കവർന്നെടുത്തപ്പോൾ പിന്നെ ദൈവവുമായിട്ടുള്ള കൂട്ട് അത്ര എളുപ്പമായിരുന്നില്ല. അതിൻ്റെ സൂചനയാണ് വാസ്തവത്തിൽ ആദം നഗ്നനായിരുന്നെന്ന് മനസ്സിലാക്കിയെന്ന് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് തന്നെ പറയും, ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. ഈ ശിശുവിനെ പോലെയുള്ള ഒരാളെ സ്വീകരിക്കുന്നവർ, അവരാണ് ഏറ്റവും വലിയവർ. ഇങ്ങനെയൊക്കെ കർത്താവ് പറയുമ്പോൾ ഈ ശിശുവിൻ്റെ നിഷ്കളങ്കത നമുക്കറിയാം. നമ്മുടെ ശിശുക്കൾ അവർ വസ്ത്രമൊന്നും ധരിക്കാറില്ല. ചിലപ്പോൾ അവരിങ്ങനെ ഓടി നടക്കും. കുളിക്കാൻ പോകുമ്പോൾ അവർ വസ്ത്രമൊന്നും ധരിക്കാറില്ല. അവർക്ക് നാണം തോന്നാറില്ല, നഗ്നത തോന്നാറില്ല. അതെന്തുകൊണ്ടാണ്? ശിശുവിൻ്റെ മനസ്സ് അങ്ങനെയാണ്. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള കഴിവുമില്ല. ഇതുതന്നെയാണ് ആദത്തിൻ്റെയും ഹവ്വായുടെയും കാര്യത്തിൽ സംഭവിച്ചിരുന്നത്. അവർ നഗ്നരായിരുന്നു. പക്ഷേ അവർക്ക് ആ നഗ്നതയെക്കുറിച്ച് വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ല. അതിൻ്റെ കാരണം എന്താ? ശിശുസഹജമായ നിഷ്കളങ്കമായ ഹൃദയവും മനസ്സുമായിരുന്നു അവരുടേത്. വിശുദ്ധമായ മനസ്സ്, വിശുദ്ധമായ ഹൃദയം. അവിടെ നാണമില്ല, നഗ്നതയെക്കുറിച്ച് പ്രശ്നമില്ല. പക്ഷേ ദൈവത്തിൽ നകന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് നാണമായി. അവരുടനെ തന്നെ ഇലകൾ കൂട്ടിക്കുത്തി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതെടുത്തുടുത്തു. ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് അവർ മറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് അവർ ദൈവത്തിൽ നകന്നു പോയത്. ദൈവത്തിൽ നകന്നു പോയി പിന്നെ എങ്ങനെ തിരിച്ചു വരും? തിരിച്ചു വരാനായിട്ട് ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ദൈവം അങ്ങനെ മനുഷ്യനെ വിട്ടുകളയുകയല്ല. പ്രത്യുത ഒരു രക്ഷകനെ ഞാൻ അയച്ചു തരും. നിങ്ങളുടെ ഈ പാപം, ഈ തിന്മ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ വഴി കാണിച്ചു തരും അവൻ. അവൻ്റെ വഴിയെ നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നിലേക്ക് വീണ്ടും അടുക്കാം. നിങ്ങൾ ഈ പറുദീസായിലൂടെ ഉലാത്തി നടന്നതുപോലെ, എൻ്റെ കൈപിടിച്ച് നടന്നതുപോലെ നിങ്ങൾക്കിനിയും നടക്കാൻ കഴിയും. എങ്ങനെയാണ്? ഞാൻ അയച്ചു തരുന്ന ആ രക്ഷകൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്ന മാർഗം നിങ്ങൾ സ്വീകരിക്കണം. കർത്താവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയും, മരണത്തിന് മുമ്പ് മക്കളെ ഞാൻ പോവുകയാണ്. പക്ഷേ ഞാൻ പോകുമ്പോൾ നിങ്ങളെ അനാഥരായി വിടുകയല്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എനിക്കിവിടെ 1000 വർഷം ജീവിക്കാനാവില്ല. ഞാനൊരു മനുഷ്യൻ, ദൈവമാണ് പക്ഷേ മനുഷ്യനായിട്ട് ജനിച്ചയാളാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചേ മതിയാകൂ. നേരെ മറിച്ച് ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് എപ്പോഴും തയ്യാറുള്ള പരിശുദ്ധാത്മാവിനെ, ഒരു സഹായകനെ ഞാൻ അയച്ചു തരും. അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞാൻ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും അവൻ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ആത്മാവ്, അതായത് എൻ്റെ അരൂപി നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാനീ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നമ്മളെ യേശു അനാഥരായിട്ട് വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ഇപ്രകാരം നമുക്ക് വഴി കാണിച്ചു തരാൻ എപ്പോഴും നമ്മുടെ കൂടെ ഒരാളെ തന്നിട്ടുണ്ട്, യേശുവിൻ്റെ ആത്മാവ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ വഴി കാണിച്ചു തന്നു. എന്നിട്ടത് കാണിച്ചു കൊടുക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞു. തൻ്റെ അപ്പസ്തോലന്മാരോട്, ശ്ലീഹന്മാരോട് പറഞ്ഞു, അവരുടെ പിൻഗാമികളോട് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു തന്ന ആ വഴിയിലൂടെ നമ്മൾ നടക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വഴി കാണിച്ചു തരുന്ന ആ വ്യക്തിയുടെ ജന്മദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കത് സന്തോഷകരമായി തീരുന്നത്. നമുക്ക് ദൈവത്തെങ്കിലേക്ക് നടന്നെടുക്കുവാനായിട്ട് കണ്ണടച്ചു പോകാം. കർത്താവിൻ്റെ കൈ പിടിച്ചു പോയാൽ മതി. കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊള്ളും. നിങ്ങൾ കണ്ടിട്ടുണ്ട് അന്ധരായ വ്യക്തികൾ, അവരെ മറ്റുള്ളവർ കൈ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇതുപോലെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അന്ധരാണ്. പക്ഷേ കർത്താവ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല. കുതിരയോടാതിരുന്നാൽ മതി. നമ്മളങ്ങനെ കുതിരയോടുന്ന സന്ദർഭങ്ങളുണ്ടാകും. ഈ കൈ പിടിച്ചുകൊണ്ട് പോകുന്നവൻ്റെ കൈ പിടിപ്പിച്ചിട്ട് നമ്മൾ കുതിരയോടും. നമ്മൾ മദ്യപിക്കാൻ പോകുമ്പോൾ ഈ ക്രിസ്മസിന് പലപ്പോഴും എനിക്ക് ദുഃഖം തോന്നുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളെന്നെ കാണുന്നവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെയാണല്ലോ നമ്മുടെ സിറോ മലബാറുകാർ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കൂടുതലായിട്ടുള്ളത്, ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ
ഇവിടെ ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്നത്, ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു കാലഘട്ടം ക്രിസ്മസ് കാലഘട്ടമാണ്. എന്തേത് സംഭവിക്കുന്നു? അതിൻ്റെ കാരണം നമ്മൾ ഈ കൈ പിടിവിച്ച് ഓടുന്നു എന്നുള്ളതാണ്. കൈ പിടിവിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? യേശുവിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. യേശു അതിലെ പിന്നാലെ വരില്ല. ധൂർത്തപുത്രൻ്റെ കഥ എടുക്കുക. ധൂർത്തപുത്രൻ അപ്പനെ ഇട്ടിട്ട് പോയി. അവൻ ഇഷ്ടം പോലെ ജീവിച്ചു. പക്ഷെ അപ്പൻ കൂട്ടത്തിൽ പോയില്ല. അപ്പൻ അങ്ങോട്ട് ചെന്ന് അവനെ വിളിച്ചുമില്ല. കാരണം അപ്പന് കടന്നു ചെല്ലാൻ പറ്റാത്ത വേദികളിലാണ് അവൻ വ്യാപരിച്ചത്. അപ്പൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അവൻ പോയ സ്ഥലത്ത് അവൻ്റെ കൂട്ടുകാരെ മദ്യപിച്ച് കൂത്താടി നടക്കുന്നവരുടെ ഇടയിലേക്ക് പരമപരിശുദ്ധി തന്നെയായ അപ്പന് കടന്നു ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൻ കാത്തിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈശോ നമുക്ക് ഈ വഴി കാണിച്ചു തരുന്നു. നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ആ കയ്യിൽ നിന്ന് കുതറി ഓടുന്നു. കർത്താവ് പുറകെ വരില്ല. കർത്താവ് നമ്മളെ കാത്തിരിക്കും. വീണ്ടും ചെന്ന് കൈ പിടിച്ചാൽ പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് നീയാണെൻ്റെ വഴി, നീയാണെൻ്റെ സത്യം, നീയാണെൻ്റെ ജീവൻ എന്ന് ഏറ്റുപറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ആ കൈ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ ഇങ്ങനെ കൈപിടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നവൻ്റെ ജന്മദിനമാണ്. അങ്ങനെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന അവൻ നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ സഹോദരനാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിൽ സന്തോഷിക്കുന്നത്, ആനന്ദിക്കുന്നത്. കേവലം ഭൗതികമായിട്ടുള്ള ഒരു സുഖത്തിൻ്റെ പേരിലല്ല. ഇനി നമുക്ക് ഈ നമ്മുടെ കൈപിടിച്ചവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് നോക്കുക. അവൻ എവിടെയാണ് ജനിച്ചത്? പുൽക്കൂട്ടിലാണ്. ഞാൻ ആദ്യം പറഞ്ഞത് പുൽക്കൂട്ടിലാണ്. ഈ പുൽക്കൂട് എന്ന് പറയുമ്പോൾ എന്താ അത്? കന്നുകാലികൾ പുല്ല് തിന്നാനായിട്ട് അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, പുൽത്തൊട്ടി എന്നൊക്കെ പറയും. ആ പുൽത്തൊട്ടിയിലാണ് വാസ്തവത്തിൽ അവൻ ജനിച്ചത്. ഇതേക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്ന ഇതാണ്. 6 മുതലുള്ള വാക്യങ്ങൾ. അവിടെയായിരിക്കുമ്പോൾ, എവിടെ? ഈ ബേത്ലഹേമിലായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല. സ്ഥലം കിട്ടാത്തതിന് പല കാരണം ഉണ്ടാകും. യോസേപ്പും മാതാവും പാവപ്പെട്ടവരാണ്. വലിയ പണം കൊടുത്ത് സമ്പന്നർ താമസിക്കുന്നത് പോലെ താമസിക്കാനൊന്നും അവർക്ക് കഴിഞ്ഞിരുന്നിരിക്കില്ല. അവരുടെ കയ്യിലുള്ള ഏതാനും നാണയത്തൊട്ടുകൾ അത്രയൊക്കെ ഉള്ളൂ അവർക്ക് കൊടുക്കാൻ. അതുകൊണ്ടൊരു സത്രത്തിലൊരു പക്ഷേ സ്ഥലം കിട്ടിയെന്ന് വരില്ല. അവർ ചെന്ന് അന്വേഷിച്ചു എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന്. ആ അന്വേഷിച്ചത് വലിയ പണച്ചെലവുള്ള സത്രങ്ങളായിരിക്കില്ല, നേരെ മറിച്ച് ദരിദ്രരൊക്കെ താമസിക്കുന്ന ആ സത്രങ്ങൾ. പക്ഷെ നമുക്കറിയാം എപ്പോഴും നിറഞ്ഞു കവിയുന്നത് ആ ദരിദ്രത താമസിക്കുന്ന സ്ഥലങ്ങളാണ്. കേരളത്തിലെ ട്രെയിനുകൾ എടുത്ത് നോക്കുക. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് കമ്പാർട്ട്മെൻറ്റുകളാണ് നിറഞ്ഞു കവിയുന്നത്? സാധാരണക്കാരന് കയറുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണ്. ഇതുപോലെ തന്നെയാണ് എല്ലായിടവും. നമ്മളെവിടെ ചെന്നാലും വലിയ പട്ടണങ്ങളെടുത്ത് നോക്കുക, എവിടെയാണ് ആൾക്കാർ കൂടുന്നത്? വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റുകളിൽ, ഒരുപക്ഷെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളിൽ, അതുമല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് ആളുകൾ കൂടുന്നത്. കാരണം ധനവാന്മാർക്ക് അവിടെ അവർ പോകുകയില്ല. അവർക്ക് പണമുള്ളത് കൊണ്ട് മറ്റു സ്ഥലത്ത് പോയി വാങ്ങിക്കും. അങ്ങനെയുള്ളിടത്ത് തിരക്ക് കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ മാതാവ് യോസേപ്പ് അന്വേഷിച്ചത് ഏതെങ്കിലും വില കുറഞ്ഞ വാടക കുറഞ്ഞ സത്രങ്ങളിലായിരിക്കും. അവിടെ എല്ലാം ഫുള്ളാണ്. പാവപ്പെട്ടവരുടെ എണ്ണം അത്രയധികമാണ്. അപ്പോൾ അവർക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ആ പാവപ്പെട്ടവരെക്കാളും പാവങ്ങളായിത്തീർന്നവർ ഈ പുൽത്തൊട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ കന്നുകാലിക്കൂട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം തൻ്റെ പുത്രന് പിറക്കുവാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയത്? വേണമെങ്കിൽ ദൈവത്തിന് തൻ്റെ രക്ഷകൻ, തൻ്റെ പുത്രൻ ജനിക്കാനായിട്ട് ഒരു രാജകൊട്ടാരം തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നോ? തീർച്ചയായിട്ടും പറ്റുമായിരുന്നു. എന്ന് മാത്രമല്ല, ബൈബിളിലുടനീളം പറയുന്നുണ്ടല്ലോ, വരാനിരിക്കുന്നവൻ രക്ഷകൻ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനാണ്. അവനപ്പോൾ രാജാവല്ലേ? മാത്രമല്ല, അവൻ്റെ ചെങ്കോല്, അവൻ്റെ ഭരണം, അവൻ്റെ സാമ്രാജ്യം, അവൻ്റെ സിംഹാസനം, ഇതേക്കുറിച്ചെല്ലാം വചനം പറയുന്നില്ലേ? അവിടെയല്ലേ വന്ന് പിറക്കേണ്ടിയിരുന്നത്? വചനം പൂർത്തീകരിക്കപ്പെടണമായിരുന്നെങ്കിൽ അവിടെയല്ലേ അവൻ ജനിക്കേണ്ടിയിരുന്നത്? പക്ഷേ അതിന് ഈശോ വിശദീകരണം കൊടുക്കും. സങ്കീർത്തനം 110, കർത്താവ്
എൻ്റെ കർത്താവിനോട് പറയുന്നു, നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അതായത് യഹൂദന്മാരോട് കർത്താവ് ചോദിക്കുന്നു, മിശിഹ വരുമ്പോൾ അവൻ ആരുടെ പുത്രനായിരിക്കും? അവർക്ക് യാതൊരു സംശയമില്ല, ദാവീദിൻ്റെ പുത്രനാണ്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനം എഴുതിയ ദാവീദിന് എങ്ങനെ പറയാൻ പറ്റും എൻ്റെ കർത്താവ് എന്നവനെക്കുറിച്ച്? ചോദ്യം അതാണ്. അവർക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ദാവീദിൻ്റെ പുത്രനാണ്. എന്നാൽ ഈശോ പറയുന്ന അവൻ ദാവീദിൻ്റെ പുത്രനാണ് ഒരർത്ഥത്തിൽ, പക്ഷേ അവൻ ദൈവപുത്രനാണ്, അവൻ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ കേവലം ഒരു ദാവീദിൻ്റെ പുത്രനാക്കാൻ കഴിയില്ല. അവന് ജനിക്കാനായിട്ട് ദാവീദിൻ്റെ കൊട്ടാരമൊന്നും പോരാ, സോളമൻ്റെ കൊട്ടാരമൊന്നും പോരാ. അവൻ ദൈവമാണ്. പക്ഷേ ഫിലിപ്പിയർ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയും, അവൻ്റെ ദൈവത്വം വേണ്ട എന്ന് വെച്ചു. അവൻ്റെ ദൈവത്വം വേണ്ട എന്ന് വെച്ചിട്ടാണ് അവൻ കാല് കഴുകാൻ പോകുന്നത്. അവനെക്കുറിച്ച് പറയുന്നത് അവൻ കുരിശ് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അങ്ങനെ അവൻ ചെറുതായി, അവനൊരു ദാസനായി, ഒരു അടിമയായി. അപ്പോൾ ദൈവം ഈ പുൽത്തൊട്ടി തിരഞ്ഞെടുത്തത്, പിറക്കുവാനായിട്ട് പുൽത്തൊട്ടി തിരഞ്ഞെടുത്തത്, കന്നുകാലിക്കൂട് തിരഞ്ഞെടുത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ദരിദ്രരായ യോസേപ്പിനെയും മറിയത്തെയും മാതാപിതാക്കളായി തിരഞ്ഞെടുത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ദൈവത്തിന് നമുക്കൊരു വഴി പറഞ്ഞു തരണമായിരുന്നു. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് പറഞ്ഞു തന്ന വഴി അത് വെറുതെ വാഗൊണ്ട് പറയുകയല്ല, മാതൃക കാണിച്ചു തരികയാണ് പുൽത്തൊട്ടിയിൽ ജനിച്ചുകൊണ്ട്. അതുകൊണ്ട് ദൈവം മനഃപൂർവ്വം തിരഞ്ഞെടുത്തതാണ് ഈ പുൽത്തൊട്ടി, യാദൃച്ഛികമായിട്ട് വന്നുകൂടിയതൊന്നുമല്ല. ഇവിടെ സുവിശേഷകൻ സത്രത്തിൽ സ്ഥലം ലഭിക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയല്ല. സത്രത്തിൽ സ്ഥലം ലഭിക്കുകയില്ലായിരുന്നു, വേണമെങ്കിൽ ലഭിക്കാമായിരുന്നു, പണക്കാരനായി ജനിച്ചിരുന്നെങ്കിൽ. പക്ഷേ അത് ജനിച്ചില്ല. അതൊരു നമ്മൾ പറയുമല്ലോ ചോയ്സാണത്. നമ്മൾ ചൂസ് ചെയ്യുകയാണ്. ഞാനത് സ്വീകരിക്കുന്നു മനസ്സായിട്ട്. അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ യാദൃച്ഛികമായിട്ട് സ്ഥലം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ഇതെന്താണ് ഞാൻ പറഞ്ഞത്? വഴിയെ കാണിച്ചു തരികയാണ്. നമുക്ക് ദൈവത്തെങ്കിലേക്ക് നടന്നെടുക്കണമോ, ഇതുപോലെ തന്നെ നമ്മൾ ഈ പുൽത്തൊട്ടിയിൽ ജനിക്കാൻ തയ്യാറായേ മതിയാകൂ. ദൈവത്തിൻ്റെ മുമ്പിൽ എളിയവരാകാൻ തയ്യാറായേ മതിയാകൂ. ഹൃദയം നിറച്ച് അഹങ്കാരമാണെങ്കിൽ, ധാർഷ്ട്യമാണെങ്കിൽ, തിന്മയാണെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തെത്താൻ കഴിയില്ല. ദൈവത്തിൻ്റെ അടുത്തെത്താൻ കഴിയണമെങ്കിൽ ഇപ്രകാരം തന്നെ നമ്മൾ ഈ പുൽത്തൊട്ടിയിലെ ജീവിതം, പുൽത്തൊട്ടിയിലെ ജനനം ഏറ്റുവാങ്ങണം. എവിടെയാണ് യേശു ജനിക്കേണ്ടത്? യേശു ജനിക്കേണ്ടത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളാകുന്ന പുൽത്തൊട്ടിയിലല്ലേ? നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പുൽത്തൊട്ടികളാക്കണം. അതായത് ഒന്നുമില്ലാത്ത എളിയവരുടെ സങ്കേതം. നമുക്ക് അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ ആക്കാൻ പറ്റുമോ? എങ്കിലവിടെ ദൈവം വന്ന് പിറക്കും. നമ്മളിപ്പോൾ ക്രിസ്മസ്, കർത്താവിൻ്റെ ജനനം അത് ഓർക്കുകയാണ്. വാസ്തവത്തിൽ ഈശോ ജനിച്ചു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ജനിക്കാൻ പറ്റില്ല. ഇതൊരു ഓർമ്മയാണ്. ആ ഓർമ്മ കേവലം ഒരു ഓർമ്മയല്ല, അതെപ്പോഴും യാഥാർത്ഥ്യമാവണം. ആ യാഥാർത്ഥ്യമാകുന്നത് പുൽക്കൂട്ടിൽ, നമ്മളുണ്ടാക്കുന്ന പുൽക്കൂട്ടിൽ വയ്ക്കുന്ന ഒരു മണ്ണ് കൊണ്ടോ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ ഉള്ള ഉണ്ണിയേശുവിനെ കൊണ്ടല്ല. നേരെ മറിച്ച് നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ പുൽക്കൂടുകളായി മാറുമ്പോൾ അവിടെ ദൈവം വസിക്കാൻ തുടങ്ങും. ദൈവം വസിക്കാൻ തുടങ്ങുന്നിടമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ദൈവം വസിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വന്ന് വസിക്കുമ്പോൾ പിന്നെ നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും പ്രതികരണ രീതികളുമെല്ലാം ആ ദൈവത്തിന് അനുകൂലമായിരിക്കും. ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ചുള്ളതായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓർക്കുക, എവിടെയാണ് രക്ഷകൻ വന്ന് പിറക്കേണ്ടത്? നമ്മുടെ ഹൃദയങ്ങൾ പുൽത്തൊട്ടികളാകുമ്പോൾ ദൈവം അവിടെ വന്ന് പിറക്കും. അതാണ് ഈ പുൽത്തൊട്ടിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ അതിനർത്ഥമില്ല. ദൈവം കാണിച്ചു തന്ന വഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് ജീവൻ, ഞാനാകുന്ന വഴിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവിലേക്ക് പോകാൻ കഴിയൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയും അത്. ഈ വഴിയിലൂടെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. കർത്താവാകുന്ന ഏക വഴിയേ ഉള്ളൂ. ഈ വഴി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? അവിടുത്തെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുക എന്നാണ്. അവിടുത്തെ അരൂപിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ നിരന്തരമായിട്ടുള്ള ശ്രമം നടത്തണം. ഇത് നമ്മുടെ ബോധപൂർവമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്.
അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല. നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടിയിട്ട് ആ വിശ്വാസം ഏറ്റു പറയും. അതിനർത്ഥം എന്താണ്? കാർമ്മികൻ ചോദിക്കും, നിങ്ങൾ സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെ ഉപേക്ഷിക്കുന്നുവോ? യേശുവിനെ നിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? അപ്പോൾ പറയണ ഉവ്വ്. അതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. ശിശുവിന് പറ്റില്ല, പ്രായമായിട്ടില്ല. അതുകൊണ്ട് ഈ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഏറ്റുപറയുകയാണ്, ഞങ്ങൾ അവനെ തള്ളിപ്പറയുന്നു, പിശാചിനെ അവൻ്റെ തന്ത്രങ്ങളെയും, യേശുവിനെ ഞങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരുന്നാൽ ജ്ഞാനസ്നാനം നടക്കില്ല. അതിനർത്ഥം ഈ കുട്ടി ബോധപൂർവമായിട്ട് തന്നെ സ്വീകരിക്കണമെന്നുള്ളതാണ്. കർത്താവ് പറയുമല്ലോ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും. ഇവിടെ കുഞ്ഞായിരിക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഏറ്റുപറയുന്നു. അവന് പ്രായമാകുമ്പോൾ തീർച്ചയായിട്ടും അവൻ സ്വയം ഏറ്റുപറയണം. അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും. അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്ന ആ പ്രക്രിയ വാസ്തവത്തിൽ അതാണ് ഈ വഴിയെന്ന് പറയുന്നത്. ഉണ്ണിയേശു അല്ലെങ്കിൽ ഈ മിശിഹ നമുക്ക് ഒന്ന് കാണിച്ചു തന്നിരിക്കുന്ന മാർഗം, ആ മാർഗമാണ്. ഇപ്രകാരം നമുക്ക് ആയിത്തീരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസുകൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ അയക്കുന്ന കാർഡുകളും നമ്മൾ കൊടുക്കുന്ന കേക്കുകളും സമ്മാനങ്ങളുമെല്ലാം ഈ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് കരോൾ പോകാറുണ്ട്. കരോൾ പിരിവെന്നാണ് പറയുന്നത്. പിരിവല്ലത്, അത് ഈ സന്ദേശമാണ് അവിടെ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ വഴിയെ പോവുകയാണെങ്കിൽ സ്വർഗത്തിലെത്താം. നിങ്ങൾക്ക് ഈ വഴിയെ പോവുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവവുമായിട്ടുള്ള സൗഹൃദം വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം, ദൈവത്തിൽ നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ട് ഒരു സാധനം. അതെന്താണ്? നന്മ ഏത് തിന്മ ഏത് എന്ന് നിശ്ചയിക്കുവാനുള്ള അവകാശം അത് നിങ്ങൾ വിട്ടുകൊടുക്കണം. ഇനി ഞാൻ തീരുമാനിക്കാൻ പാടില്ല. മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ശരിയാണെന്ന് ഞാൻ പറയാൻ പാടില്ല. അതുപോലെ തന്നെ കൊല്ലുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, ദൈവമാണ് പറയുന്നത്. 10 പ്രമാണങ്ങൾ അതല്ലേ. അതുകൊണ്ട് ഈ ദൈവം പറയുന്ന തിന്മയും നന്മയും അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, നമ്മൾ അവിടുത്തെ അവകാശം തിരിച്ചു കൊടുത്തു എന്ന്. അത് തിരിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയ നമുക്ക് വീണ്ടും അടുക്കാൻ കഴിയുക, നമ്മളിലുള്ള തിന്മയില്ലാതാവുക. അങ്ങനെ തിന്മയില്ലാതായി കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കും. നമ്മളൊക്കെ 1 കൊരിന്ത്യർ 3 പറയുന്നത് പോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളായ ദൈവാലയങ്ങളായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ ദൈവാലയങ്ങളായിട്ട് രൂപാന്തരപ്പെടുമ്പോഴല്ലേ ഉണ്ണി അവിടെ ജനിക്കുക, കർത്താവ് അവിടെ ജനിക്കുക, മിശിഹ അവിടെ ജനിക്കുക. അതല്ലേ രക്ഷയെന്ന് പറയുന്നത്. ആ രക്ഷ നമ്മൾ തിരഞ്ഞെടുക്കണം. ക്രിസ്മസ് കാലഘട്ടത്തിലൊക്കെ ഇത് നമ്മളെ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ മക്കളോടും പറയണം, മക്കളെ, ക്രിസ്മസിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ ബോധപൂർവം കർത്താവ് പറഞ്ഞു തന്ന വഴികൾ തിരഞ്ഞെടുക്കണം. കർത്താവ് തെറ്റെന്ന് പറഞ്ഞ് തെറ്റെന്നും ശരിയെന്ന് പറഞ്ഞ് ശരിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയൊരു ആ പുൽത്തൊട്ടി ആകാൻ കഴിയട്ടെ. യേശുവിൻ്റെ ജന്മത്തിന് സാഹചര്യമൊരുക്കുന്ന, സ്ഥലമൊരുക്കുന്ന പുൽത്തൊട്ടികളായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ മാറട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിനക്ക് നിൻ്റെ പിതാവ് തന്ന കൽപ്പനയനുസരിച്ച് നിൻ്റെ ദൈവത്വം പോലും വേണ്ട എന്ന് വെച്ചിട്ട് ഒരു പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നുവല്ലോ. രാജകൊട്ടാരത്തിൽ പിറക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, എങ്കിലും അത് വേണ്ട എന്ന് വെച്ച് ഇതാണ് പിതാവിങ്കിലേക്കുള്ള വഴി എന്ന് കാണിച്ചു തരാൻ വേണ്ടി നീ വന്ന് പിറക്കുന്നത് രാജകൊട്ടാരത്തിലല്ല, എളിയ സ്ഥലങ്ങളിലാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണല്ലോ കർത്താവെ നീ പ്രകാരം ചെയ്തത്. ഈ മാതൃക ഞങ്ങളുടെ മനസ്സിലെന്നും ആഴത്തിൽ പതിയട്ടെ. അതുപോലെ ജീവിച്ച് നിന്നിൽ ഞങ്ങൾ കവർന്നെടുത്ത നന്മതിന്മകൾ തീരുമാനിക്കാനുള്ള അവകാശത്തെ നിനക്ക് തന്നെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് മനസ്സാകട്ടെ. ഈ ക്രിസ്മസ് കാലഘട്ടം എപ്പോഴും ഞങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാകട്ടെ. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ അങ്ങയുടെ പുത്രൻ്റെ ഈ വഴി ഞങ്ങൾക്ക് എന്നും പ്രചോദനമാകട്ടെ. ആമേൻ.